ഹായ്, ഇന്ന് നമ്മൾ അമ്പഴങ്ങ കൊണ്ടൊരു വെറൈറ്റി കറിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ അമ്പഴങ്ങ കൊണ്ട് അച്ചാറും ഉപ്പിലിട്ടതും ചമ്മന്തിയൊക്കെയല്ലേ റെഡിയാക്കുന്നത്. ഇപ്പോൾ നമുക്ക് വറുത്തരച്ച ഒരു കറി തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2-3 പച്ചമുളക് അരിഞ്ഞതും പിന്നെ 20-25 ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നീട് ആവശ്യത്തിനുള്ള അമ്പഴങ്ങയുമാണ്. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അമ്പഴങ്ങ തയ്യാറാക്കുമ്പോഴത്തേക്കും അധികം മുറ്റാത്ത അമ്പഴങ്ങ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇത് എനിക്ക് എൻ്റെ കൂട്ടുകാരി കൊണ്ട് തന്ന അമ്പഴങ്ങയാണ്. ബിന്ദു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അവരുടെ വീട്ടിലൊരു അമ്പഴങ്ങ മരമുണ്ട്, അതിൽ നിന്ന് പറിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അധികം മുറ്റാത്ത നല്ല അമ്പഴങ്ങയാണ് കൊണ്ട് തന്നത്. അമ്പഴങ്ങ ഓരോന്നും നമ്മൾ വൃത്തിയാക്കിയ ശേഷം 4ആയിട്ട് കീറിയെടുക്കണം. ഇനി നമ്മൾ ആ ചെറിയ ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട ശേഷമാണ് അമ്പഴങ്ങ ചേർക്കേണ്ടത്. ഇപ്പം ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. എവിടെ അമ്പഴങ്ങ? അമ്പഴങ്ങ എത്തി. നമ്മൾ നന്നായിട്ട് അമ്പഴങ്ങ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇത് അധികം മുറ്റാത്ത അമ്പഴങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. മാങ്ങയുടെ ഒരു ടേസ്റ്റ് കണക്കാണ് അമ്പഴങ്ങയുടെയും ടേസ്റ്റ്. നല്ല പുളിപ്പുണ്ട് അമ്പഴങ്ങയ്ക്ക്, അതുകൊണ്ട് പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കണ്ട. മീൻകറി വയ്ക്കാനും അമ്പഴങ്ങ ചേർത്ത് വയ്ക്കാൻ നല്ലതാണ്. മാങ്ങയ്ക്ക് പകരം മീൻകറിക്ക് അമ്പഴങ്ങ ഇതുപോലെ അരിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റും പുളിപ്പും കിട്ടും കേട്ടോ. ഇനി നമുക്ക് അമ്പഴങ്ങയ്ക്കകത്ത് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അമ്പഴങ്ങ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേകാനായിട്ട് വയ്ക്കാം. ഈ ഒരു കറി നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഒരുപാട് കറികൾ അമ്പഴങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉള്ള പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒരു വലിയ മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ആദ്യം വറുത്തെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 4 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനെ കൊണ്ടുവന്ന് അമ്മിയിലൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് വറുത്ത് മിക്സിയിൽ ആദ്യം തേങ്ങയൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ കുരുകുരുപ്പായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. വെള്ളം കുറച്ച് മാത്രമേ അരയ്ക്കുമ്പോൾ ചേർക്കാവൂ, അല്ലെങ്കിൽ നന്നായിട്ട് അരയത്തില്ല. ഇതാകുമ്പോൾ നല്ലപോലെ അങ്ങ് പൊടിഞ്ഞ് അരഞ്ഞ് വരും. ഈ ഒരു അമ്മിക്കല്ല് നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം അരയ്ക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അമ്മിയിൽ അരച്ച അരപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അമ്പഴങ്ങ നന്നായിട്ട് പാകമായിട്ട് കിടക്കുവാണ്. ഇനി നമുക്കതിലേക്ക് അരപ്പ് കലക്കി ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തതാണ്. ചാറിൻ്റെ ആവശ്യം നോക്കി ഇത് കുറുക്കിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റോട് കൂടിയ അമ്പഴങ്ങ കറി റെഡി ആയിട്ടുണ്ട്.
ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഇതുവരെയും ചെയ്ത് നോക്കാത്തവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.